നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഹൻ രാകേഷിൻ്റെ മവാലി എന്ന് പറയുന്ന സ്റ്റോറിയാണ്. അപ്പോൾ റൈറ്ററിനെ പറ്റിയിട്ട് പറയുന്നില്ല, ഡയറക്റ്റ് സ്റ്റോറിയിലോട്ട് കടക്കാം. ഇതെന്ന് പറയുമ്പം കുറച്ചൊരു ലോങ് സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു സമ്മറിയാണ് പറയാൻ പോകുന്നത്. ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ ഒരാൺകുട്ടിയാണ്. 13-14 വയസ്സ് മാത്രമുള്ള ഒരു ആൺകുട്ടി. അവൻ്റെ മുഖം കുറച്ച് ഇരുണ്ട നിറമാണ്, അത്ര ഭംഗിയൊന്നും ഇല്ല. ഭയങ്കര മുഖത്ത് നിഷ്കളങ്കതയും അലഞ്ഞു തിരിയലിൻ്റെ ഭാവവും ഒക്കെയുള്ളൊരു ഒരാൺകുട്ടി. ഈ സ്റ്റോറി നടക്കുന്നത് ഒരു കടൽ തീരത്ത്, ചൗപ്പാടി കാ മൈതാൻ, അവിടെ ഒരു സമുദ്രത്തിൻ്റെ തീരത്ത് ആണ് ഈ സ്റ്റോറി നടക്കുന്നത്. സ്റ്റോറി തുടങ്ങുന്നത് ആ ചൗപ്പാടി, ആ സ്ഥലത്തിൻ്റെ ഒരു വർണ്ണനയോടുകൂടിയാണ്. അതായത് ഒരുപാട് തിക്കും തിരക്കൊക്കെ ഉണ്ട്. ഒരു സമുദ്രത്തിൻ്റെ തീരമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങൾക്കായി വരുന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ആദ്യം വർണ്ണിച്ചിരിക്കുന്നത്. ഈ കുട്ടി കാലിൽ ചെരുപ്പിട്ടിട്ടില്ല, നഗ്നപാതനായി, അതുപോലെ നഗ്ന ശിരസ്സോടെ, അങ്ങനെയാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഒരു കാൽമുട്ടോളം നീളമുള്ള ഒരു ഷർട്ട് മാത്രമാണ് ഇതിൻ്റെ വേഷം. അപ്പോൾ ചെരുപ്പൊന്നും ഇല്ലാണ്ട് ഈ ഷർട്ട് മാത്രം ധരിച്ച് ഇങ്ങനെ ഒരറ്റത്ത് നിന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെ ഇവൻ നടന്നു പോവാണ്. അതിനിടയ്ക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. പ്രസംഗവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു. തൊഴിലാളികളുടെ പ്രസംഗം നടക്കുന്നു. അവിടെ നിന്ന് ഒരാൾ ഇവനെ ഓടിച്ചു വിടുന്നു. അങ്ങനെ ഓടുന്നതിനിടയ്ക്ക് നിലത്തിരുന്ന് ഭിക്ഷ യാചിക്കുന്ന ഒരാളുമായിട്ട് കൂട്ടിമുട്ടുന്നു. അയാളുടെ വായിൽ നിന്ന് വരുന്ന ചീത്തവാക്കുകളൊക്കെ കേട്ട് പിന്നെ ബസ്സിലേക്കും ട്രെയിനിലേക്കും തിരക്കിലേക്കും അങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ നോക്കി ഇവൻ പിന്നെയും മുന്നോട്ട് പോവാണ്. ഇങ്ങനെ കാഴ്ച കണ്ട് നടക്കുമ്പം ഈ കടൽ തീരത്തുള്ള മണലിൽ അവിടെ കിടന്നൊരു കല്ലിൽ തട്ടി ഇവൻ വന്ന് വീണിട്ട് ഇവൻ്റെ കാൽമുട്ടിന് ചെറുതായിട്ട് മുറിവേൽക്കുകയും ഇവൻ ആ മണൽ തന്നെ വാരി ആ മുറിഞ്ഞ ഭാഗത്ത് വയ്ക്കുകയും ചെയ്യും. തിരമാലകളുടെ ഇരമ്പലും ആ ശബ്ദവും ഈ കാഴ്ചകളും ഇങ്ങനെ വന്ന് കല്ലിൽ തട്ടി ചിതറുന്നതും ഇതൊക്കെ കണ്ടിങ്ങനെ അവൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കും. പിന്നെയും ഈ കടലിൻ്റെ വർണ്ണനകളൊക്കെയാണ്. എന്നിട്ട് അവിടെ കിടക്കുന്ന ആ മണലിൽ കിടക്കുന്ന ഷെല്ലുണ്ടല്ലോ, അപ്പോൾ അതിൽ കൊള്ളാവുന്നുള്ള ഷെൽസൊക്കെ ഇവൻ ശേഖരിച്ച് ഇവൻ്റെ ഡ്രസ്സ് കൊണ്ട് ക്ലീൻ ചെയ്ത് പോക്കറ്റിലിടും. അങ്ങനെ സന്ധ്യയോളം ആയി, ഇരുട്ടായി. അപ്പോഴേക്കും പിന്നെ ഇവൻ ഈ ഷെൽസൊക്കെ കണ്ടുപിടിക്കുന്ന ബുദ്ധിമുട്ടായി. ഈ എടുത്ത ഷെൽസൊക്കെ കാരണം പോക്കറ്റിൽ ചെറിയ ഭാരമുണ്ട്. അപ്പോൾ ബാക്കി അവിടെ ഉപേക്ഷിച്ച് ഇവൻ ആവശ്യമുള്ളതും കൊണ്ടുവൻ മുന്നോട്ട് നടക്കുകയാണ്. ഓക്കെ, അടുത്തിനി ഇവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് കാഴ്ചകൾ, സന്ധ്യയായി, ഇവനിങ്ങനെ നടക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ സിഗ്നൽ ഇങ്ങനെ മാറി മാറി മഞ്ഞ, ചുവപ്പ്, പച്ച അങ്ങനെ കത്തുന്നുണ്ട്. ചുവന്ന ബസ്സുകൾ നിരത്തിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു കുഞ്ഞൊരു കുട്ടി അമ്മയുടെ വിരലുകൾ പിടിച്ചിട്ട് ഇങ്ങനെ നൃത്തം വയ്ക്കുന്നുണ്ട്. ഒരു ബലൂൺ സെല്ലർ അവനെ പാസ് ചെയ്ത് പോവാണ്. അപ്പോൾ ആളിങ്ങനെ അവനെ നോക്കി വിസിലൊക്കെ അടിക്കുന്നുണ്ട്. അതുപോലെ ട്രെയിൻ നിർത്തുന്നുണ്ട്. ഇവനപ്പോൾ റോഡിലേക്ക് ഇറങ്ങി. അപ്പോൾ കാറുകൾ പോകുന്നുണ്ട്. കാറിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി പിന്നെയും ഈ ബീച്ചിലേക്കൊക്കെ വരാണ്. പിന്നെ അവൻ നടന്നൊരു പാലത്തിനടുത്തേക്ക് എത്തും. അപ്പം പാലൊക്കെ വിട്ടിട്ട് ആളുകൾ ഒഴിഞ്ഞ ഡപ്പകളുമായിട്ട് പോകുന്നുണ്ട്. നല്ല തിരക്കാണ്. കുറേ പെൺകുട്ടികൾ പോകുന്നുണ്ട്. ഇവൻ അതൊക്കെ നോക്കി ഇങ്ങനെ കുറേ നേരം നിൽക്കും. എന്നിട്ട് ഇവൻ ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ വായിലേക്ക് വെച്ച് വിസിലൂതും. എന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കും ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന്. പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാകുമ്പോൾ നിരാശയോടെ പിന്നെയും മുന്നോട്ട് നടക്കുകയാണ്. ഇവനങ്ങനെ നടന്നിടന്ന് ഒരു കരിങ്കൽ പ്രതിമയുടെ അടുത്തെത്തും. അപ്പോൾ അവിടെ ഒരു ഫാമിലിയിൽ 6-7 ആൾക്കാർ പന്ത് കളിക്കുകയായിരിക്കും. ഇവനിങ്ങനെ അവരുടെ കളി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കിനും പുറകിൽ നിന്നൊരു പാഴ്സി ഒരാൾ കുട്ടീനെ ഇങ്ങനെ തോളത്തിട്ട് ഉറക്കുമായിരിക്കും. അയാളുടെ വൈഫും ഉണ്ട് കൂടെ. അപ്പോൾ ഇവനിങ്ങനെ അടുത്തേക്ക് വിളിക്കും, 1 അണ തരാം, ഈ കുട്ടീനെ എടുക്കുമെന്ന് ചോദിക്കും. അപ്പോൾ അവൻ ഇല്ല എന്ന് പറയും. പിന്നെ പറയും 2 അണ തരാം, ഈ കുട്ടീനെ എടുക്കുമെന്ന് ചോദിക്കും. അവൻ പിന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോവും. അപ്പോൾ അയാൾ വൈഫിനോട് പറയും, ഇത്തിരി ക്രൂരനായിട്ടുള്ള ചീത്തക്കുട്ടിയാണ്, ഇവനിങ്ങനെ ചെയ്തില്ലല്ലോ എന്നിങ്ങനെ വൈഫിനോട് കുറച്ച് ദേഷ്യത്തിൽ പറയും. ഇപ്പോഴേക്കും നേരത്തെ അവിടെ പന്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിലൊരു പെൺകുട്ടി ഇങ്ങനെ പന്തിങ്ങനെ അവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ തട്ടി എറിയുമ്പോഴത്തേക്കിനും ഈ പന്ത് പോയിട്ട് വെള്ളത്തിലേക്ക് വീഴും. അത് കണ്ട് പെൺകുട്ടി അയ്യോ എന്ന് വിളിക്കുമ്പോഴത്തേക്കും ഇവൻ ഓടിപ്പോയിട്ട് ഇങ്ങനെ ആ തിരമാലയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ആ പന്ത് എടുത്തോണ്ട് തിരിച്ചു വരും. അതായത് ആ പന്ത് ഇങ്ങനെ ഉള്ളിലേക്ക് പോയിരുന്നു. അപ്പോൾ അതെടുക്കാൻ ഇത്തിരി പണിയാണ്. അപ്പോൾ ഇവങ്ങനെ എടുത്തിട്ട് വരുമ്പം ആ പെൺകുട്ടി ഒന്ന് സന്തോഷത്തോടെ വാങ്ങിക്കും. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനും വന്നിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരും. ഇവനെ കണ്ടിട്ട് ആ പെൺകുട്ടിയുടെ അവരുടെ അമ്മ
ആ സ്ത്രീ വന്ന് പറയും, ഞങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുപോകും, വരുമെന്ന് പറയും. അപ്പോൾ അവനൊന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടിട്ട് അച്ഛനെന്ന് തോന്നുന്ന ആ പുരുഷൻ ചോദിക്കും, ഒരു മധ്യവയസ്കനായിട്ടുള്ള ആ ഒരു വ്യക്തി ചോദിക്കും, നീ ജോലി ചെയ്യുമോ എന്നിങ്ങനെ കളിയാക്കുന്ന സ്വരത്തിൽ ചോദിക്കും. അപ്പോൾ അവൻ പറയും, അത് ചെയ്യും എന്ന് പറയും. അപ്പോൾ അയാൾ പറയും, ഇവർ പിക്നിക്കിന് വന്നതുപോലെ ഇങ്ങനെ മേട്ടൊക്കെ വിരിച്ചിട്ടുണ്ട്, അതെല്ലാം എടുത്ത് മടക്കി വെച്ച് അതിൽ ചിതറി കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കൊട്ടയിലാക്കാൻ പറയും. അപ്പോൾ ഇവനിങ്ങനെ മടിയോടെ നോക്കുമ്പോൾ പ്ലേറ്റുകളും സ്പൂണുകളും ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവൻ ആ പെൺകുട്ടീനെ ഒരു മടിയോടെ നോക്കിയിട്ട് അതെല്ലാം എടുത്ത് അടുക്കി വെക്കാനായിട്ട് പോകും. അപ്പോൾ ആ സ്ത്രീ പറയും, ഇതെല്ലാം കഴുകി വെക്കാൻ പറയും. അപ്പോൾ ഇവനിതിങ്ങനെ വൃത്തിയായിട്ട് കഴുകും. അപ്പോൾ അതിനിടയ്ക്ക് ഒഴുകി പോകുന്ന പാത്രമൊക്കെ എടുത്ത് പിന്നെയും നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകും. അപ്പോൾ സ്ത്രീ ചോദിക്കും, എത്ര എണ്ണം ഉണ്ട്, എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ 6 പ്ലേറ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ കറക്റ്റാണ്, 6 പ്ലേറ്റ് ഉണ്ട്. അടുത്ത സ്പൂണുകൾ എത്ര ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ 5 സ്പൂണേ ഉള്ളൂ. അപ്പോൾ സ്ത്രീ ചോദിക്കും, അല്ല 5അല്ല 6 ഉണ്ടായിരുന്നു, ഒരെണ്ണം എവിടെ, നീ അത് ഒരെണ്ണം എടുത്തോന്ന് ചോദിക്കും. തുടർന്ന് ഇവനെ ഒരു കള്ളനെ കണക്ക് പിടിച്ചിട്ട് എൻ്റെ പോക്കറ്റിലൊക്കെ പിടിച്ച് നോക്കാൻ തുടങ്ങും. അതിനിടയ്ക്ക് ആ പുരുഷൻ വന്നിട്ട് ഇവൻ്റെ പോക്കറ്റിൽ നീ എന്താ മോഷ്ടിച്ച് വെച്ചേക്കണേ, എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ബലമായിട്ടിങ്ങനെ പോക്കറ്റിൽ അമർത്തുമ്പം ഇവൻ്റെ പോക്കറ്റിലെ ഷെല്ലുകളൊക്കെ ഉടഞ്ഞു പോകും. ഇവന് ഒരുപാട് വിഷമം. ഇവൻ പറയും, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയും. ഇവനൊരു കള്ളനെ കണക്ക് എല്ലാവരും കൂടി പിടിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആളുകളൊക്കെ ഓടിക്കൂടും, ഇവനെ ഉപദ്രവിക്കാൻ തുടങ്ങും, എല്ലാവരും ഇവനെ കുറ്റം പറയാൻ തുടങ്ങും. പോക്കറ്റിൽ നോക്കുമ്പോൾ ഈ ഷെല്ല് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടത്തെ ഒരു ചെമ്പിൻ്റെ ഒരു താലി പോലത്തെ ഒരു സാധനവും മറ്റു കുറച്ച് സംഭവമൊക്കെ കിട്ടും, കുറച്ച് ചില്ലിക്കാശും ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ മോഷ്ടിച്ചതായിരിക്കും, ഷെല്ലല്ല ബാക്കിയുള്ള സാധനങ്ങൾ മോഷ്ടിച്ചതായിരിക്കും എന്നൊക്കെ പറയും. എന്നിട്ട് ഇവൻ സ്പൂണിനി കഴുകാൻ പോയപ്പോൾ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഇവനെ തല്ലാൻ തുടങ്ങും. അപ്പോൾ ആളുകൾ ഓടിക്കൂടും. ചിലരതിനിടയിൽ ഇയാളെ പിടിച്ച് മാറ്റും. ഇയാൾ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കിനും ബാക്കി കുറച്ച് പേര് എന്നിട്ട് ഇവനെ വിടാൻ പാവില്ല, ഇവനെ പിടിച്ച് വെച്ചിട്ട് പിന്നെ ഉപദ്രവിക്കുകയാണ്. അപ്പം വഴി കൂടി പോകുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ പറയും, ഏതോ ഒരു ചെക്കൻ ഇങ്ങനെ മോഷ്ടിച്ചു, അവനെ പിടിച്ചിട്ട് ഉപദ്രവിക്കുന്നതാണ്, ഈ സ്ഥലം മൊത്തം, ഈ ചൗപ്പാടി, ഈ സ്ഥലം മൊത്തം ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ഇവരുടെ ഒരു താവളമാണ് എന്നൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ പോകാൻ തുടങ്ങും. ഇവനിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ആൾക്കാരൊക്കെ പിന്നെ നിൻ്റെ അച്ഛനാണ് എടുത്തത്, അങ്ങനെ ദേഷ്യത്തിൽ ഇവനെ ഉപദ്രവിക്കാനും തല്ലാനും ചീത്ത പറയാനൊക്കെ തുടങ്ങും. അങ്ങനെ ഇവനെ കള്ളനെന്ന് വിളിച്ചിട്ട് ഇവൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിങ്ങനെ അവനെ പിടിച്ച് തള്ളും. ഇവനപ്പോൾ ഇങ്ങനെ ആളുകൾ വലിച്ചെറിഞ്ഞിട്ട് പോയ ചാക്കും ഈ തേങ്ങയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കും. അപ്പോൾ ഇലകളും അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നോക്കും. അപ്പോൾ അവന് തേങ്ങയൊന്നും കിട്ടത്തില്ല, ഇങ്ങനെ ഒഴുകി വരുന്ന സാധനങ്ങൾ. അങ്ങനെ നിൽക്കുമ്പം ആ മനുഷ്യൻ പിന്നെയും കടലിനടുത്തേക്ക് വരും. ഇപ്പം അവൻ ഓടി അയാളുടെ അടുത്ത് പോയിട്ട് എൻ്റെ പൈസ തരൂ എന്ന് പറയും. അപ്പോൾ അയാൾ പിന്നെയും ഇവനെ ഉപദ്രവിക്കും. ഇവനിങ്ങനെ പറഞ്ഞിട്ടിരിക്കും, തരൂ എന്ന് പറയും. അയാൾ ഇവനെ നല്ലോണം ഉപദ്രവിക്കും. അതിനിടയ്ക്ക് ഇവൻ അയാളുടെ കയ്യിൽ കടിക്കും. പിന്നെ ഇവൻ ഉപദ്രവിക്കുക ആൾക്കാർ കൂടുകയും. അപ്പോൾ അയാളുടെ ഭാര്യ പറയും, ഇവൻ കള്ളനാണ്, ഇങ്ങനെ ആദ്യം സ്പൂൺ എടുത്ത് വന്നിട്ട് ഇപ്പം ചോദിച്ചപ്പം ഇങ്ങനെ കയ്യിൽ കടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയും. ഇവനെ ആൾക്കാർ ഒരുപാട് അടിച്ചിട്ട്, നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ അടിച്ചിങ്ങനെ ഒരു വശത്തേക്ക് ഉപേക്ഷിക്കും. അതിന് ശേഷം ഇവനിങ്ങനെ കരഞ്ഞ്, അവന് ഭയങ്കര വിഷമമാണ്, ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ മണലിലിങ്ങനെ മുഖം താഴ്ത്തി നിൽക്കും. അപ്പോഴത്തേക്കിനും നല്ലോണം ഇരുട്ട് വ്യാപിച്ചു, ഒരു സന്ധ്യയൊക്കെ ആയി, ആളുകളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ ഒരു മൂലയിൽ ഇങ്ങനെ 2 കപ്പിൾസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ തിരമാലയും തീരവും തമ്മിലുള്ള ഡിസ്റ്റൻസൊക്കെ കുറഞ്ഞിങ്ങനെ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുക, ആൾക്കാർ കുറയുന്നു. അതുപോലെ ഈ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളും ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ പലതരം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. തിരമാല വന്നിങ്ങനെ തീരത്തൊക്കെ ഇങ്ങനെ അടിക്കുന്ന സൗണ്ടും ഒക്കെ. ഇവനിങ്ങനെ എഴുന്നേറ്റ് അവൻ്റെ കാലുകളൊക്കെ ഇങ്ങനെ അഴിച്ച് മണ്ണിൽ കൂടി നടക്കുമ്പം ഒരു തെങ്ങിൽ കയറി ഇങ്ങനെ ഇടിക്കും. അപ്പോൾ അവന് വേദനിക്കും. അപ്പോൾ അവനിങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ തെങ്ങിനെ ശകാരിക്കും. ഇങ്ങനെ വീണ് കിടക്കുന്ന തെങ്ങാണ്. അപ്പോൾ ഇവനതിനെ ഇങ്ങനെ ചവിട്ടുകയും ദേഷ്യത്തിലൊക്കെ പറയുകയും ചെയ്യും. അപ്പോൾ ഈ തെങ്ങ് ഇങ്ങനെ തിരമാല അടിച്ചിട്ട് ഇങ്ങനെ ഉരുണ്ട് പോവും. പിന്നെ അതിൻ്റെ അടുത്ത് പോയിട്ട് അതിനെ ഇങ്ങനെ ഉപദ്രവിക്കുകയും വഴക്ക് പറയുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യും. അടുത്ത് ഒരു തിരമാല വരുന്നുണ്ട്, അതുകൊണ്ട് പിന്നെയും തെങ്ങിൻ്റെ അടുത്തോട്ട് പോകാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിലിങ്ങനെ ഒരു കല്ലിടിക്കും. അപ്പോൾ ഇങ്ങനെ ഇവൻ ദേഷ്യത്തോടെ പറയും, ഇങ്ങനെ നിൻ്റെ അമ്മയോടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചീത്ത പറയാൻ തുടങ്ങും. അങ്ങനെ ഇവൻ കല്ലുകളെടുത്തിട്ട് വരുന്ന തിരമാലനെല്ലാം
ഓരോ കല്ലുകളിങ്ങനെ എറിഞ്ഞിട്ട് നിൻ്റെ അമ്മയോട് നിൻ്റെ സഹോദരിയോടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത പറയാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ സ്റ്റോറി തീരുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു നിസ്സഹായനായ ഒരു ബാലൻ്റെ ഒരവസ്ഥ. അവൻ തെറ്റൊന്നും ചെയ്തില്ല, പക്ഷെ എന്നിട്ടും ഈ ആളുകൾ അവനെ കള്ളനാക്കുന്നതും അവൻ്റെ ആ ഒരു ദേഷ്യമാണ് അവനിങ്ങനെ തിരമാലയോടൊക്കെ എറിഞ്ഞ് തീർക്കുന്നത്. അവൻ്റെ ആ ഒരു നിസ്സഹായതയൊക്കെയാണ് ഈ സ്റ്റോറിയിൽ പറയണത്.